ഇത്തവണ ദേശീയ പുരസ്കാരം കിട്ടിയ കേരള സ്റ്റോറി നമ്മുടെ നാട്ടിൽ ഓടിയില്ല. കാരണം എന്താണ്? അതല്ല റിയൽ കേരള സ്റ്റോറി എന്ന് മലയാളികൾക്കറിയാം. വർഗീയതയോട് എന്നും നോ എൻട്രി പറഞ്ഞിട്ടേയുള്ളൂ മലയാളികൾ. കുത്തിത്തിരിപ്പുമായി വരുന്നവരെ ആ വഴി തന്നെ ഓടിക്കാൻ കേരളത്തെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങ് ഉത്തരേന്ത്യയിൽ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി വരേണ്ടി വന്ന വിദ്യാർത്ഥിനികളെ നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ കേരളം എന്നും മാറി നിന്നിരുന്നു, മാതൃകയായിരുന്നു. എന്താണ് കൊച്ചി പള്ളുരുത്തിയിലെ ഹിജാബ് വിവാദം? ഇന്നത്തെ പ്രൈം സ്റ്റോറി. വിദ്യാഭ്യാസത്തിൽ വിവാദത്തിന് എന്താണ് റോൾ? ആദ്യം നമുക്ക് ഈ സംഭവങ്ങൾ എന്താണെന്ന് ഡീകോഡ് ചെയ്യാം. പ്രശ്നങ്ങളുടെ തുടക്കം ഈ മാസം, അതായത് ഒക്ടോബർ 6-നാണ്. ഇക്കൊല്ലം ഈ വർഷം ജൂണിൽ പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത പെൺകുട്ടി ഒക്ടോബർ 6 മുതൽ സ്കൂളിലേക്ക് ഹിജാബ് ധരിച്ച് മാത്രമേ വരുള്ളൂ എന്ന് തീരുമാനിക്കുകയാണ്. അത് സ്കൂൾ യൂണിഫോം കോഡിന് എതിരാണ്. അത് പറ്റില്ല എന്ന് മാനേജ്മെന്റ് പറയുന്നു. ഇതിലെ പ്രശ്നം, ഈ വിദ്യാർത്ഥിനി ജൂണിൽ ഈ സ്കൂളിൽ ചേർന്നതാണ്. കഴിഞ്ഞ 4 മാസം ഇങ്ങനെ ഒരു ആവശ്യമേ ഇല്ലായിരുന്നു. പിന്നെ എന്താണ് പെട്ടെന്ന് സംഭവിച്ചത്? നമ്മുടെ യൂണിഫോം കോഡ് തന്നെയാണ് പാലിച്ചിരുന്നത്. ഈ കഴിഞ്ഞ ഒക്ടോബർ 7-നാണ് കുട്ടി വേറൊരു ഡ്രസ് കോഡിൽ വരുന്നത് തന്നെ. പാരന്റിനെ വിളിച്ചു. ഉടനെ തന്നെ നമ്മൾ തലേന്ന് തന്നെ 7-ാം തീയതി നമ്മുടെ PTA ഇത് അറിയിച്ചു. PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ നമ്മളിത് അറിയിച്ചു. അവർ തീരുമാനം എടുത്തു. മാനേജ്മെന്റ് എന്ത് ഡിസിഷനാണോ എടുക്കുന്നത് അത് തന്നെ നമ്മളും ഇതിന് എഗ്രി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ എന്ത് പറയുന്നു ആ ഇതിൽ തന്നെ കുട്ടികൾ യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ മതേതരത്വമാണ്, സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ വരാം, മറ്റൊരാൾക്ക് ഇങ്ങനെ വരാം എന്ന് പറയുമ്പോൾ അതിൽ തമ്മിലൊരു ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. ഈ വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കളെ മാനേജ്മെന്റ് വിളിപ്പിക്കുന്നു. സ്കൂൾ മാനുവൽ വായിച്ചു കൊടുക്കുന്നു. അവർക്ക് കാര്യം ബോധ്യപ്പെടുന്നു. എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞവർ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ പിറ്റേ ദിവസവും ഹിജാബ് ധരിച്ചു തന്നെ വരുന്നു. പറ്റില്ല എന്ന് സ്കൂൾ മാനേജ്മെന്റ്. SDPI പ്രവർത്തകർ ഇപ്പോൾ പ്രവേശനം ചെയ്യുകയാണ്. സ്കൂൾ പോലീസിനെ വിളിക്കുന്നു. ചെറിയ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ ആകെ പരിഭ്രാന്തരായി എന്ന് സ്കൂൾ മാനേജ്മെന്റ് പറയുകയാണ്. സ്കൂൾ 2 ദിവസത്തേക്ക് അടച്ചിടുന്നു. സോ ഇതിനകത്ത് ഒരു അബ്സല്യൂട്ട്ലി ഇല്ലീഗലായ, അബ്സല്യൂട്ട്ലി പെർവേഴ്സായ കാര്യങ്ങൾ പഠിക്കാത്ത ഒരു ഓർഡറിലേക്കാണ് വിദ്യാഭ്യാസ മന്ത്രി കടന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ആ സ്റ്റാൻഡ് മാറ്റിയേ മതിയാവും. അതല്ല മാറ്റർ അമിക്കബിളി സെറ്റിൽഡ് ആണെങ്കിൽ കുട്ടിയുടെ പിതാവിനുമായി സംസാരിച്ച് സ്കൂൾ മാനേജ്മെൻറ്റ് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കും. ജെൻഡർ ന്യൂട്രൽ യൂണിഫോംസ് എന്ന് വെച്ചാൽ ലിംഗപരമായ വ്യത്യാസം പോലും ഇല്ലാതെ ആണും പെണ്ണും ഒരേ വസ്ത്രം ധരിച്ച് സ്കൂളിൽ എത്തേണ്ട ഒരു കാലത്ത് ഇത്തരത്തിലുള്ള മൈന്യൂട്ട് വിഷയങ്ങളിലായിരിക്കരുത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധ. ഇറ്റ് ഈസ് ഫോർ ദ സ്കൂൾ മാനേജ്മെന്റ് ടു ഡിസൈഡ് ആസ് ടു വാട്ട് ഈസ് ദ യൂണിഫോം. എന്തിനാണ് SDPI ഈ വിഷയത്തിൽ മുതലെടുപ്പിന് ശ്രമിക്കുന്നത്? ഈ സ്കൂളിന് മുന്നിലെ റോഡിന്റെ പേരുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലമായി SDPI പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. റോഡിന് സെന്റ് അഗസ്റ്റിൻ കോൺവെന്റ് റോഡ് എന്ന് പേരിട്ടത് SDPIയെ ചൊടിപ്പിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിൽ ഇതൊരു സുവർണ അവസരമായി SDPI കണ്ടതാണോ? ഇവിടെ വരുന്ന ആദ്യ ദിവസം ഈ പറയുന്ന പോലെ യൂണിഫോം കറക്റ്റ് ആയിരുന്നില്ല. നമ്മൾ പറയുന്ന പോലെ അവർ ബോധവൽക്കരണം നടത്തി. 2ാമത്തെ ദിവസം അതുപോലെ വന്നപ്പോൾ പാരൻസിനെ വിളിച്ചു, കൃത്യമായിട്ട് പറഞ്ഞു ഈ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വിടാം, അല്ലാതെ നമ്മൾ മറ്റ് കുട്ടികളുടെ പോലെ വരികയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് പഠിക്കാം. അത് എഗ്രി ചെയ്തു. പിന്നീട് തുടർന്ന് 4 മാസം തുടർച്ചയായിട്ട് സാധാരണ ഇവിടുത്തെ യൂണിഫോം മറ്റു കുട്ടികൾ പോലെയുള്ള യൂണിഫോം തന്നെ കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്തു. ഈ കഴിഞ്ഞ ആർട്സ് ഡേയുടെ അന്നാണ് വീണ്ടും ഈ പറയുന്ന യൂണിഫോം വയലേഷൻ ഉണ്ടായതും. ഇതിനിടയ്ക്ക് നമ്മൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ കേട്ടു. അതിലേറ്റവും പ്രധാനം വിദ്യാഭ്യാസ മന്ത്രിയുടേതാണ്. ഒരാൾക്ക് മാത്രമായി പ്രത്യേക പരിഗണന നൽകാൻ ആവില്ലല്ലോ എന്നാണ് V. ശിവൻകുട്ടി ആദ്യം ചോദിച്ചത്. ഓർക്കണം, ഈ വിഷയത്തിലെ മന്ത്രിയുടെ ആദ്യത്തെ നിലപാട് അതായിരുന്നു. ഈ വസ്ത്രത്തിന്റെ കാര്യത്തിൽ എന്ത് ധരിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം സ്കൂൾ അധികാരികൾ ഇടപെടാൻ വേണ്ടി പാടില്ല. 2ാമത്തെ കാര്യം, അവിടെ ഒരു യൂണിഫോം ഉണ്ടാവും. അത് ആ യൂണിഫോം അവിടെ എല്ലാ വിദ്യാർത്ഥികളും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. യൂണിഫോം മറയ്ക്കുന്ന നിലയിൽ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്കൂളിന് പൊതുവിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വിശേഷം. ഒക്കെ ഒരു ന്യായമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ബാധിക്കുന്ന നിലയിലുള്ള ഒരു ന്യായമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും. അതിൽ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഓരോ സ്കൂളിൻ്റെയും സാഹചര്യം അനുസരിച്ച് അവരോട് സഹകരിക്കുക എന്നുള്ള നിലപാട് മാത്രമേ സ്വീകരിക്കാൻ വേണ്ടി പറ്റൂ.
മാനേജ്മെൻറ്റ് കുറച്ചുകൂടെ പക്വതയോടുകൂടി പെരുമാറണമായിരുന്നു. ഇന്നലെ ഹൈബി ഈഡൻ MP-യുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നു. സ്കൂൾ മാനേജ്മെന്റും ഈ കുട്ടിയുടെ അച്ഛനും ഈ ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ച പരിഹാരത്തിലേക്കെത്തി. ആ കുട്ടി യൂണിഫോം കോഡ് അനുസരിച്ച് ആ സ്കൂളിൽ തുടർന്ന് പഠിക്കുമെന്ന തീരുമാനമായി. വളരെ പോസിറ്റീവായിട്ടാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞതുപോലെ അനസും വളരെ പോസിറ്റീവായിട്ട്, അവരുടെ കുടുംബം പോസിറ്റീവായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടുന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പൾ അടക്കമുള്ള സിസ്റ്റേഴ്സ് ഇവിടെ ഇല്ല. അവരൊരു ഒഫീഷ്യൽ ഡിസ്കഷനിൽ ഇരിക്കുകയാണ്. അവരെ ഫോണിലും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ വിഷയം അവരുമായിട്ട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതായത് ഇന്നലെ വൈകിട്ടോടുകൂടി കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ഓക്കെ ആയതാണ്. ആ കുട്ടിയുടെ അച്ഛന്റെ വാക്കിലുണ്ട് അത്. യൂണിഫോം അംഗീകരിക്കാനായിട്ട് ഇപ്പൊ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ, അത് സമൂഹത്തിന്റെ ഒരു ആവശ്യകതയായിട്ട് ഞാനത് ഏറ്റെടുത്തിട്ട് എൻ്റെ കുട്ടീനെ ഞാൻ ഇവിടുത്തെ മാനേജ്മെന്റ് എന്താണോ പറയുന്നത് ആ തീരുമാനത്തിലേക്ക് ഞാൻ കൊണ്ടുവരും എൻ്റെ കുട്ടീനെ. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ കാര്യം കൈവിട്ടു പോയി. അതിന് കാരണം വിദ്യാഭ്യാസ മന്ത്രിയുടെ രണ്ടാമത്തെ പ്രതികരണമാണ്. ശിരോവസ്ത്രം ധരിക്കാൻ വിദ്യാർത്ഥിനിക്ക് അവകാശമുണ്ടെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥിനിയെ ശിരോവസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത് ഗുരുതരമായ കൃത്യവിലോപവും വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ലംഘനവുമാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരൻ്റെ മൗലികമായ മതാചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ നടപടിയാണ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അനുവദിക്കില്ല. സർക്കാർ ഈ വിഷയത്തിൽ തുടർന്നും ജാഗ്രത പുലർത്തും. ഏതായാലും സ്കൂളിൻ്റെ മറുപടി ഇന്ന് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കും. അവിടെയും തീർന്നില്ല. ഈ സ്കൂൾ മാനേജ്മെന്റിനെതിരെ അന്വേഷണത്തിനും മന്ത്രി ഉത്തരവിട്ടു. കാര്യങ്ങൾ വീണ്ടും കൈവിട്ടുപോയി. സ്കൂൾ ഇന്ന് തുറന്നു, പക്ഷെ ആ വിദ്യാർത്ഥിനി വന്നില്ല. പോരാത്തതിന് മന്ത്രിയുടെ നിലപാട് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കുലറായി നൽകണമെന്ന് SDPI ആവശ്യപ്പെടുകയും ചെയ്തു. അതായത് പരിഹാരമായ ഒരു പ്രശ്നം മന്ത്രിയുടെ ഒരൊറ്റ യൂടേണിൽ വീണ്ടും വഷളായി. നേരം വെളുത്തപ്പോൾ മന്ത്രിക്ക് കാര്യം കൈവിട്ടു പോയെന്ന് ബോധ്യപ്പെട്ടു. നിലപാട് മയപ്പെടുത്തുന്നു. എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നൽകിയ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. കുട്ടി ശിരോവസ്ത്രം ധരിച്ചു എന്നതിൻ്റെ പേരിൽ പുറത്തു നിർത്തുവാനുള്ള തീരുമാനം ചട്ടവിരുദ്ധമാണെന്ന റിപ്പോർട്ട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ നൽകുകയുണ്ടായി. ഇക്കാര്യത്തിൽ മാനേജ്മെന്റ് ഭാഗം കേൾക്കാനായി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളുടെ പേരിൽ വർഗീയ വേർതിരിവ് ഉണ്ടാകാൻ ചില വിഭാഗങ്ങൾ ശ്രമിക്കുന്നുണ്ട്. വിഷയത്തിൽ സ്കൂൾ തലത്തിൽ എന്തെങ്കിലും സമവായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഗവൺമെന്റിന് വ്യക്തമാക്കാനുള്ളത് ഈ പ്രശ്നം അവിടെ വെച്ച് തീർക്കട്ടെ. വിദ്യാഭ്യാസ രംഗത്തുള്ള വ്യവസ്ഥകൾക്കും നിയമങ്ങളും അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ഇളവ് ചെയ്തു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. സ്കൂളിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട 117 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥികൾക്കൊന്നും ഹിജാബ് ധരിക്കണമെന്ന ആവശ്യമില്ലേ? ആദ്യത്തെ 4 മാസം ഈ വിദ്യാർത്ഥിനി ഈ ആവശ്യം എന്തുകൊണ്ടാണ് ഉന്നയിക്കാതിരുന്നത്? 2018 ഹൈക്കോടതി ഉത്തരവുണ്ട്. സ്കൂൾ മാനേജ്മെന്റാണ് യൂണിഫോം തീരുമാനിക്കേണ്ടതെന്ന്. പോരാത്തതിന് കോടതി ഇടപെട്ട് പരിഹരിച്ച പ്രശ്നമാണ്. അതാണ് മന്ത്രിയുടെ ഒരൊറ്റ വാക്കിൽ യൂടേണിൽ ആകെ കലങ്ങിമറിഞ്ഞത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് വിദ്യാഭ്യാസ മന്ത്രിയുടെ മാത്രം ശ്രദ്ധയിലേക്കാണ്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെ കുറിച്ച് സംസാരിച്ച ആദ്യത്തെ സംസ്ഥാനം നമ്മുടേതായിരിക്കും, കേരളമായിരിക്കും. ബാലുശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ പോലെയുള്ള ചില സ്കൂളുകൾ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കിയപ്പോൾ കൈയടിച്ച നാടാണിത്. അവസരം കിട്ടാൻ കാത്തിരുന്ന പോലെ പലരും ഈ വിഷയത്തിലേക്ക് എടുത്തു ചാടിയിട്ടുണ്ട്. ചിലർക്ക് മന്ത്രി പറഞ്ഞത് വേദവാക്യവും ചിലർക്ക് മറിച്ചും. മൗലിക അവകാശം ലംഘിക്കരുതെന്ന മന്ത്രിയുടെ നിലപാടിനെ ഇരുകൈയും നീട്ടി സ്വാഗതം ചെയ്യുന്നുണ്ട് സമസ്തയുടെ AP വിഭാഗം. യൂണിഫോമിന്റെ കളർ ഏതാവണം, വസ്ത്രം ഏത് രീതിയിലുള്ളതാവണം, അത് മാനേജ്മെന്റിന് തീരുമാനിക്കാം. എന്നാൽ മതപരമായി തലമറക്കുന്നത് പാടില്ലെന്ന് പറയാൻ ഒരു മാനേജ്മെന്റിനും അധികാരമില്ല. MP പോലുള്ള ഒരാൾ ഇത്തരത്തിലുള്ള ഒരു സമവായമല്ല സ്വീകരിക്കേണ്ടത്. വിദ്യാഭ്യാസ മന്ത്രിയും ഗവൺമെന്റും പറഞ്ഞതുപോലെ ഇവിടെ എല്ലാവർക്കുമുള്ള മൗലികമായ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം വിഷയം നടപ്പിൽ വരുത്തേണ്ടത്. മന്ത്രി വിവേകത്തോടെ
നിലപാട് സ്വീകരിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് പറയുന്നു. സുമനസ്സുകളായ പലരും ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ വിവേകരഹിതമായ പ്രസ്താവനകൾ പ്രശ്നം കൂടുതൽ വഷളാക്കാനേ ഉപകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ അഭിപ്രായം. കോടതി വിധികളെ പോലും മാനിക്കാതെ സംസാരിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ഒരു പ്രത്യേക മതവിഭാഗത്തെ സന്തോഷിപ്പിക്കാനാണ് മന്ത്രിയുടെ ശ്രമമെന്ന് BJP. ചില രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടിയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പ്രത്യേക മതവിഭാഗത്തെ സന്തോഷിപ്പിക്കാനും അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് ധാരണയുണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ശ്രീ ശിവൻകുട്ടി നടത്തിയത്. ഈ തരത്തിൽ മതപരമായിട്ടുള്ള വിദ്വേഷവും മതപരമായിട്ടുള്ള വിഭാഗീയതയും സ്പർദ്ധയും ഒക്കെ ഉണ്ടാക്കാൻ മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് ശ്രമിക്കുന്ന ശ്രീ ശിവൻകുട്ടി അദ്ദേഹം സത്യപ്രതിജ്ഞയുടെ അടക്കം ലംഘനമാണ് നടത്തിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. മുറിവിൽ ഉപ്പ് തേക്കാൻ എത്തുന്നവരെ സൂക്ഷിക്കണം കേരളം.